Bridal Craft, The Wedding Mall, Pan Bazaar, Tirur. സിജി പൊന്നാനി താലൂക്ക് കമ്മിറ്റിയും തീരദേശ പോലീസും ചേർന്ന് സംഘടിപ്പിക്കുന്ന അൽഷാമ മൊബൈൽസ് വിജയാരവം 2026 ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നടക്കുന്നത്. ഉദ്ഘാടനം ചെയ്യുന്നത് പൊന്നാനിയുടെ MLA KP നൌഷാദ് അലി അവറുകളാണ്. പൊന്നാനി നിയമസഭാ മണ്ഡലത്തിലെ തീരദേശ മേഖലകളിൽ നിന്നും SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചുകൊണ്ട് പൊന്നാനി കോസ്റ്റൽ പോലീസിന്റെയും സിജി പൊന്നാനി താലൂക്ക് കമ്മിറ്റിയുടെയും സഹകരണത്തോടെ അൽഷാമ മൊബൈൽസ് വിജയാരവം 2026 സംഘടിപ്പിച്ചു. പൊന്നാനി MLA KP നൌഷാദ് അലി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഒരു തീരദേശക്കാരെ ഗൗനിക്കാതെ പൊന്നാനിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും മുന്നോട്ട് പോവുകയില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. മാത്രമല്ല, പണ്ട് വയലാർ പാടിയതുപോലെ സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും എന്ന് പറഞ്ഞതുപോലെ പൊന്നാനിയെ സ്നേഹിക്കാനും അറിയാനും ഒക്കെ ഇടപെട്ട് വരണമെങ്കിൽ, അല്ലെങ്കിൽ മുന്നോട്ട് വരണമെങ്കിൽ അത് തീരദേശത്തെ സ്നേഹിച്ചുകൊണ്ടും ചേർത്ത് പിടിച്ചുകൊണ്ടും ആകണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ തീരദേശത്ത് വിദ്യാഭ്യാസ പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞു, രക്ഷിതാക്കളെക്കുറിച്ച് അങ്ങനെ അവരുടെ താല്പര്യക്കുറവ് ഉണ്ട് എന്നൊക്കെ ആ രംഗത്ത് പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഇവിടെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി. പക്ഷേ ഒരുപാട് ജീവിത പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസമൊക്കെ നമ്മുടെ മുൻഗണനാക്രമത്തിൽ നിന്ന് പിന്നോക്കം പോവും. കാരണം ഈ തീരദേശത്ത് 1000-ഓളം ഓലപ്പുരകളുണ്ട്. അത് ചുമര ഓലയാണ്, മേൽക്കൂര ഓലയാണ്, തറ മണലാണ്. അങ്ങനെയൊക്കെയുള്ള ഓലപ്പുരയുടെ ഉള്ളിൽ 10-12 ആളുകൾ ജീവിക്കുമ്പോൾ അവർക്ക് വിദ്യാഭ്യാസത്തിനല്ല അവർ സ്വാഭാവികമായിട്ടും മുൻതൂക്കം കൊടുക്കുക. അവർക്ക് മതിയായ താമസം, അവരുടെ പാർപ്പിട വിഷയം, അവിടുത്തെ ശുദ്ധജലം, അവരുടെ തൊഴിൽ, ആരോഗ്യ പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും വിദ്യാഭ്യാസം പിന്നോക്കം പോകും. ഞാൻ ഈ തീരദേശത്ത് കണ്ട മറ്റൊരു പ്രധാനപ്പെട്ടൊരു പ്രശ്നം, ഞാൻ അതിൽ പല വഴിയിലൂടെ നടന്നപ്പോൾ ഒരു 4-5 വീട് നമ്മൾ സന്ദർശിച്ചാൽ അവിടെ ഒരു സ്ട്രോക്ക് ബാധിച്ച ആളെ കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ കിഡ്നി രോഗികളുണ്ട്, അവിടെ കരൾ രോഗികളുണ്ട്, അവിടെ ഹൃദ്രോഗികളുടെ എണ്ണം ക്രമാതീതമായിട്ടുണ്ട്, ക്യാൻസർ ബാധിച്ചവരുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള സിജി പൊന്നാനി താലൂക്ക് പ്രസിഡന്റ് കമാൽ മാഷ് അധ്യക്ഷത വഹിച്ചു. പൊന്നാനി മുനിസിപ്പൽ ചെയർപേഴ്സൺ CV സുധ മുഖ്യാതിഥിയായി പങ്കെടുത്തു. അബ്ദുൽ ഗഫൂർ അൽഷാമ, മുനിസിപ്പൽ കൌൺസിലർമാരായ H കബീർ, ഗംഗാധരൻ, സൗദാബി, സീനിയർ സിജിയൻ അബ്ദുൽ ലത്തീഫ് കളക്കര, ലുക്മാൻ സാലിഹ്, പൊന്നാനി CI C മൊയ്തീൻ, തെന്മീറ ഗഫൂർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പൊന്നാനി നിയമസഭാ മണ്ഡലത്തിലെ തീരദേശ മേഖലയിൽ നിന്നും SLCക്കും +2നും ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്നത്. പൊന്നാനി കോസ്റ്റൽ പോലീസും സിജി പൊന്നാനി താലൂക്ക് കമ്മിറ്റിയും അതുപോലെ തന്നെ അൽഷാമ മൊബൈൽസും സംയുക്തമായി നടത്തുന്ന ഈ പരിപാടി വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന തീരദേശ മേഖലയിലെ കുട്ടികൾക്ക് പ്രചോദനവും ഉയർച്ചയും നൽകുന്നതിനെ ഉദ്ദേശിച്ചാണ് നടത്തുന്നത്. വർഷങ്ങളായി നമ്മൾ ഇതുപോലുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാറുണ്ട്. സിജി നേതൃത്വം കൊടുത്ത അൽഷാമ അതിൻ്റെ ഭാഗമായി പൊന്നാനിയിലെ തീരദേശ മേഖലയിൽ, പ്രത്യേകിച്ചും തീരദേശ മേഖലയിലുള്ള കുട്ടികൾക്ക് ഒരുപാട് ക്ലാസ്സുകളും പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ അൽഷാമ മൊബൈൽസ് വർഷങ്ങളായി നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. ഈ പ്രാവശ്യം മുൻകാലങ്ങളിൽ നമ്മൾ പൊന്നാനി മുനിസിപ്പാലിറ്റിയിലാണ് നടത്തിയിരുന്നെങ്കിൽ ഇന്ന് പൊന്നാനി നിയമസഭാ മണ്ഡലത്തിൻ്റെ തീരദേശ മേഖല, അതായത് കാപ്പിരിക്കാട് മുതൽ ഇങ്ങോട്ട് പൊന്നാനി അഴിമുഖം വരെയുള്ള ഒട്ടുമിക്ക കുട്ടികളെയും ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട്. പൊന്നാനി മേഖലയിൽ സിജിയുടെ പ്രവർത്തനം സിജിയുടെ പ്രാരംഭ കാലഘട്ടം മുതൽ തന്നെയാണ് ഉള്ളത്. നിരവധി പുതിയ പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നുണ്ട്. സിജിയുമായി സഹകരിക്കുന്നത് 4 വിധത്തിലാണെന്നാണ് നമ്മൾ പറയാറ്. ഒന്നുകിൽ നല്ല ഓർഗനൈസറായിട്ട് പ്രോഗ്രാം സംഘടിപ്പിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ നല്ല പ്രസൻറ്ററായിട്ട് ക്ലാസ് എടുക്കൽ, ഇനി അതുമല്ലെങ്കിൽ ബുദ്ധിപൂർവമായ ആസൂത്രണം ഒക്കെ നടത്തിക്കൊണ്ട്, പിന്നൊന്നുള്ളത് സാമ്പത്തികമായിട്ട് സഹകരിക്കുക എന്നുള്ളതാണ്. ഇന്ന് ഇവിടെ നടത്തുന്ന പരിപാടിയിൽ 4
വിഭാഗത്തിലും നമ്മുടെ അബ്ദുൽ ഗഫൂർ അൽഷാമ ഉണ്ടെന്നുള്ളത് പ്രത്യേകം പറയണം. കാരണം സിജി പൊന്നാനി ചാപ്റ്ററിൻ്റെ ആക്ടിംഗ് സെക്രട്ടറിയാണ്. അദ്ദേഹം തന്നെയാണ് ഇതിൻ്റെ ഐഡിയേഷനും ഇതിൻ്റെ ഓർഗനൈസിങ്ങും ഇതിൽ പ്രസൻറ്റ് ചെയ്യുന്നതും അതേപോലെ ഇതിൻ്റെ സാമ്പത്തിക ചെലവുകളൊക്കെ വഹിക്കുന്നത്. അപ്പോൾ ഇനിയും പരിപാടികളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. കാരണം നിലവിലുള്ള പൊന്നാനി MLA നൗഷാദ് അലി സാറിനുമായി നമുക്ക് വലിയ പ്രതീക്ഷകളാണുള്ളത്. അദ്ദേഹം മത്സരിക്കുന്നതിന് മുമ്പ് തന്നെ ഈ മണ്ഡലത്തിലെ നിരവധി കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഇനിയും സിജിയുടെ ഭാവി പരിപാടികൾ, മിഷൻ എഡ്യൂക്കേഷൻ പോലെയുള്ള പ്രോജക്റ്റുകൾ വിദ്യാർത്ഥികൾക്ക് ഭാവിയിലേക്ക് സാങ്കേതികത കാര്യക്ഷമമായി ഉപയോഗിക്കുന്ന മൂല്യബോധമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുന്ന ശ്രമത്തിലാണ് എല്ലാ പ്രവർത്തകരും ഉള്ളത്, വിദ്യാഭ്യാസ പ്രവർത്തകരൊക്കെ. അത്തരം പ്രവർത്തകർക്ക് ഇനി കൂടുതൽ ആവേശത്തോടുകൂടി പിന്തുണയോടുകൂടി പ്രവർത്തിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വർഷങ്ങളായി നടത്തിവന്ന പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഇത് നടത്തി സംഘടിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും പൊന്നാനി മേഖലയിലെ വിദ്യാഭ്യാസ നവോത്ഥാനത്തിന് ഒരു മാതൃകയാണ് സിജിയുടെ പ്രവർത്തനങ്ങൾ. വരും വർഷങ്ങളിൽ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ച് കരിയർ രംഗത്ത് മെച്ചപ്പെട്ട നിലവാരം പൊന്നാനിക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. എന്തായാലും ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നു. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ജിഗാർഡ് അക്വ സൊല്യൂഷൻ ആധുനിക സൗകര്യത്തോടെയുള്ള സർവീസ് സെന്റർ, എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ, സോളാർ എനർജി സിസ്റ്റം, കറന്റുപയോഗം 60% കുറയ്ക്കുന്ന BLDC ഇലക്ട്രിക് ഉപകരണങ്ങൾ, CCTV ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർഡിൽ ലഭ്യമാണ്. നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ, മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്തത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു. അലങ്കാന സമീപം CV റോഡ്, പൊന്നാനി.